അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ്. ഇന്ന് അങ്ങയുടെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീവിതപ്രസവം ലോകായികമായ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവിക കാര്യങ്ങൾ സത്യജലത്തിൽ കൊണ്ട് വചനം വായിക്കുകയും രോഗികളെപ്പോയി ഉടമ്പടി എടുത്ത് രോഗികളെപ്പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ്. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നു, ആർക്കെല്ലാം സുവിശേഷം കൈമാറുന്നു, വിശ്വാസം കൈമാറുന്നു, അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു.
കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പണി തിരക്കി പോകും. സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും. നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതിനകത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശോ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അവിടെ തടസ്സങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണം. കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകിടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ട്. കർത്താവേ, അവരെല്ലാം നിൻ്റെ വിശുദ്ധമായി സന്ധിക്കുകയും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് അവിടെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ. ആലോചനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട് കർത്താവ്. ആരെയും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദൈവമഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ. ഈശോ പറഞ്ഞ് പാവത്തുകൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ. അതാ വാക്ക് ഭയങ്കര, അതാണ് സഭയുടെ നിലപാടതാണ്. എന്താ വെച്ചാൽ മത്തായി 26:11 വാക്ക് പറയുന്നുണ്ട്. എന്താണ്? ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ. ഏത് ഇസങ്ങൾ വന്നാലും ശരി, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ മാസം ലണ്ടനിൽ ചെന്നപ്പോഴേ ഭയങ്കര ഗ്ലാസ് ആയിട്ടൊരു ടവറാണ് മുഴുവൻ ഉള്ളത്, ഭയങ്കര. പക്ഷേ ആ ടവറിൻ്റെയൊക്കെ താഴെ ഓരോ കടയുടെയും വാതിക്കൽ ആൾക്കാരിങ്ങനെ പൊതിച്ചു മൂടി ധർമ്മക്കാർ കിടപ്പുണ്ട്. ഫോട്ടോ എടുക്കണത് ശരിയല്ലല്ലോ, ആ രാജ്യത്തെ അപമാനിക്കേണ്ട തുല്യമാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ കൂടെയുള്ളവർ വേണ്ടി എടുത്തിട്ട് പോലും ഞാൻ എടുത്തില്ല. എനിക്ക് സങ്കടം വന്നു പോയി. ഇത്രയും മഹാനഗരങ്ങളിലെ ദരിദ്രർ. പക്ഷേ ഇപ്പോഴത് ഓർത്തോ ഭയങ്കര ഐഡിയ ആണല്ലോ ഈശോ പറഞ്ഞത്. ദരിദ്രർ എപ്പോഴും അഭയാർത്ഥികളായിട്ട് വന്നവരാണെങ്കിൽ എപ്പോഴും എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ വാക്കാണത്. പക്ഷെ ഞാനെപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത് ശാരീരികമായിട്ടുള്ള കാര്യത്തിലാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ്, ഇസങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയാലും ഇനി ക്യാപിറ്റലിസത്തിൻ്റെ സമ്പദ് സമൃദ്ധി വന്നാലും അപ്പോഴിതുപോലെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം വെള്ളം അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും കുടിച്ചെന്ന് ചാടുമ്പോൾ പിന്നെ അപ്പുറത്ത് വേലിയേറ്റ ഇപ്പുറത്തുണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് വേലി ഇറക്കം ഉണ്ടാകില്ല. ആ രീതിയിലാണ്. അതുപോലെയാണ് ഇത് വാട്ടർ ലെവലെന്ന് പറയണത്. അതുകൊണ്ട് സഭ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ്? പാവങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പാവങ്ങളെക്കുറിച്ച് കരുതൽ വേണം. ഗലാത്യർ 2:10 പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണം എന്ന് മാത്രമേ, കരുതൽ വേണം. അതാണ്, ചിന്ത വേണം. ഇത് ആരോട് പറയണമെന്ന് അറിയാമോ? പത്രോസ് സഭയുടെ അടിസ്ഥാന ശില പൗലോസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ജാതി സഭകളിലാണ് അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ വചനം വായിച്ച് ഗലാത്യർ 2:10 പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ, പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. പൗലോസ് പറഞ്ഞു, ഞങ്ങളോട് സഭ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. അതാണ് സഭയുടെ നിലപാടെന്ന് പറഞ്ഞതാണ്. കാര്യം ബാക്കി എല്ലാം എന്താ സംഭവിക്കണത്? ബാക്കി എങ്ങനെ വാളെടുത്താലും വാളാൽ തന്നെയാണ് തീരത്തുള്ളത്. ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് സഭയ്ക്കുന്ന പോലെ വളരെ വ്യക്തിമെനയുള്ള കാലികമായും കാലദേശ പ്രസക്തമായിട്ടുള്ള വളരെ കരുത്തുറ്റ നിലപാടാണ് സഭ ഈ വിഷയത്തിലെടുത്തിരിക്കുന്നത്. സഭയുടെ മക്കളും അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ആദ്യമായി തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ കയറി ഒരു സാക്ഷ്യം പറയാമെന്നുള്ളത്. എൻ്റെ പേര് ലിയ. ഞാൻ കോഴിക്കോട് വിലങ്ങാട് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ 21. നാളെ 1 വർഷമാവും ഞാൻ ഉടമ്പടി എടുത്തിട്ട്. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഈശോയുമായുള്ള റിലേഷനിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കിട്ടാൻ. ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട്
ഒരു സ്ഥലത്ത് വരണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു ഇവിടെ വന്നത്. ഇവിടെ വരുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ ഭയങ്കര വിറയലോട് പനിയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിൽ നിന്നൊരു പത്രം കൊണ്ട് ഒരു ചേച്ചി തന്നു. ആ പത്രം ഞങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ വിറയൽ മാറുകയും പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. പിന്നെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചേച്ചി കൃപാസനത്തിലെ കൊന്തയും പ്രാർത്ഥനയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ എൻ്റെ അനിയത്തി ലൈറ്റൽ ക്യാൻഡ് പ്രെയർ ഇട്ട് അവൾക്ക് BEdന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ കുറച്ച് കാരണങ്ങളാണ് എന്നെ കൃപാസനത്തിൽ എത്തി. ഇവിടെ വന്ന് നന്ദി പറയാനായിരുന്നു ഇവിടെ വന്നേ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ചെന്നെല്ലാം ഞാൻ കേട്ടു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് പോയി പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എഴുതിയിട്ട നിയോഗങ്ങളെക്കാളും എനിക്ക് ആ ഉടമ്പടിയിലെ നിയമങ്ങൾ ഒന്നുപോലും തെറ്റാതെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനതൊരു പേപ്പറിൽ എഴുതി ഓരോ ദിവസവും ടിക്കറ്റ് പോയി ചെയ്യുന്നത്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ രാവിലെ മുട്ടുകുത്തി നിൽക്കുമ്പോഴേ എൻ്റെ പുറകിൽ നിന്ന് ഞാനിവിടുന്ന് പുറകെ എൻ്റെ കൂടെ ആരോ വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ മുട്ടുകുത്തുമ്പോൾ ഞെട്ടി ഞാൻ തിരിഞ്ഞു നോക്കും. അത്ര ഒരു ഭയങ്കര ശക്തി എനിക്ക് മാതാവിനെ ഫീൽ ചെയ്തു. അന്ന് ഞാൻ ഉടമ്പടിയിൽ 6 നിയോഗം ഇവിടെ വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷെ ഞാൻ അന്നൊരു നിയോഗം വെച്ചില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആർട്ടിക്കേറിയയുടെ അലർജിയുടെ ഒരു രോഗം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് 1 മാസം പനി വരും, മേലെല്ലാം ചൊറിഞ്ഞ് തടിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ മാസവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് നിയോഗത്തിൽ വെക്കാൻ ഞാൻ ഓർത്തില്ല, ഞാൻ മറന്നുപോയി. പക്ഷെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന ആ ദിവസം ഒരു 5-6 ദിവസം തൊട്ട് തന്നെ എനിക്ക് പനി വന്നു. പക്ഷേ എനിക്ക് അലർജിയോ അങ്ങനത്തെ ഒരു കാര്യം ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് പനി വന്നെങ്കിലും ഒരിക്കലും ആർട്ടിക്കേറിയയുടെ ഒരു പ്രശ്നങ്ങളും എനിക്ക് വന്നില്ല. എനിക്കൊരു പനി വരുന്നപാട് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക. അതിന് ഭയങ്കര ശക്തിയാണ്. എനിക്കത് അന്ന് തൊട്ടേ കിട്ടിയതാണ്. ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും, ഉടമ്പടി ഉപ്പ് ഒരു ഗ്ലാസ്സിലിട്ട് ഞാൻ ആ വെള്ളം കുടിക്കുമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു പനി വന്നെങ്കിൽ പോലും ഒരു മരുന്ന് കഴിക്കേണ്ടതായോ ഒരു അലർജിയുടെ പ്രശ്നം വന്നിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. അത് ഞാൻ ഉടമ്പടി വെച്ചതല്ല. രണ്ടാമതായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, അന്ന് ഞാൻ ഒന്നാമതായി ഒരു നിയോഗം വെച്ചായിരുന്നു. ഞാൻ നേഴ്സാണ്, എനിക്ക് സൗദിയിൽ പോയി ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ അന്ന് ഇവിടെ നിയോഗം വെച്ചു. എനിക്ക് സൗദി MOHൽ കിട്ടിപ്പോകണേ എന്നൊരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയത്. അന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടായിരുന്നു, അമ്മയെ സെപ്റ്റംബർ 20-ാം തീയതി എനിക്കത് കംപ്ലീറ്റായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗം വിട്ട് പോയി. ആദ്യത്തെ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സ്പീഡിൽ എവിടെയും ഒരു തടസ്സം കൂടാതെ എൻ്റെ പേപ്പർ വർക്കുകൾ നടന്നു. അങ്ങനെ ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് എനിക്ക് മാതാവിനെ എടുക്കാൻ ഒരു അനുഗ്രഹം കിട്ടി. ആ പുതുക്കൽ കഴിഞ്ഞ് പോയ സമയത്ത് എനിക്ക് മെയ്യിൽ MOHൻ്റെ ഇൻ്റർവ്യൂ വിളിച്ചു. എനിക്കതിൽ ഉടമ്പടിയുടെ കാശുരൂപം എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അന്ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഏപ്രിലിൽ ഞാൻ MOHൻ്റെ എക്സാം എഴുതി. എക്സാമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എനിക്ക് 7-ാം നമ്പർ ഒരു സിസ്റ്റം കിട്ടണമെന്ന്. അന്ന് എനിക്ക് 7-ാം നമ്പർ സിസ്റ്റം കിട്ടി. എക്സാം എഴുതി. ഞാൻ ബാംഗ്ലൂർ പോയി എഴുതിയേ. അങ്ങനെ ആ എക്സാമിന് പാസ്സായി. അതിനുശേഷം എനിക്ക് തടസ്സം വരാൻ തുടങ്ങിയത് ജൂണിലായിരുന്നു. ജൂൺ 16-ാം തീയതി ഞാൻ എറണാകുളത്ത് വെച്ച് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി. മെഡിക്കലിൽ എല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ വന്ന് കയറിയപ്പോൾ എന്നെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് വിളിച്ചു, ഒന്ന് തിരിച്ച് വരണം, എക്സ്റേ ഒന്നും കൂടെ റിപ്പീറ്റ് എടുക്കണമെന്ന്. ഞാൻ പോയി എക്സ്റേ എടുത്തു. ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ ലെങ്ങിൽ കാൽസിഫിക്കേഷനാണ്, എനിക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഗൾഫ് കൺട്രിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഡോക്ടറല്ലേ പറഞ്ഞത്, പിന്നെ എന്താന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കരഞ്ഞു, എൻ്റെ വീട്ടിൽ വിളിച്ചും കരഞ്ഞു. അപ്പം എൻ്റെ അമ്മയും പപ്പയും എല്ലാവരും എന്നോട് പറഞ്ഞു, മാതാവ് ഒരിക്കലും നിന്നെ കൈവിടില്ല, അവിടെ ഒരു നിയോഗം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കോളും. പക്ഷെ തടസ്സം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് മാതാവ് എൻ്റെ നിയോഗത്തെ എടുക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് വിശ്വാസമായി. ഞാൻ റിപ്പീറ്റ് ഒരു മെഡിക്കലും കൂടെ കോഴിക്കോട് വെച്ച് എടുക്കാൻ വേണ്ടി ഡേറ്റ് എടുത്തു. കോഴിക്കോട് വെച്ച് എടുത്തപ്പോഴും ഇതേ സെയിം റീസൺ എന്നോട് പറഞ്ഞു, ലെങ്ങിൽ നൊഡ്യൂൾസ് ആണ്, എനിക്ക് കിട്ടത്തില്ല എന്ന്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അന്ന് മെഡിക്കൽ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഓർത്തു, ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വന്നല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ ഞാൻ കേട്ടു, എല്ലാവരും പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയും കേൾക്കും, പക്ഷേ നമ്മൾ ഉടമ്പടിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിട്ടി അത് ദൈവം നമുക്ക് എന്നേക്കും തരുന്നൊരു സന്തോഷമായിരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് ആരും എടുക്കത്തില്ല എന്ന്. അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി പുതുക്കി. അന്നും എനിക്ക് മാതാവിനെ എടുക്കാൻ കിട്ടി. 2 പ്രാവശ്യം എനിക്ക് മാതാവിനെ കിട്ടി. അന്ന് ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കണ്ട് ഒരു അനുഗ്രഹം മേടിക്കാൻ സാധിച്ചു. അച്ഛൻ എനിക്ക് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു.
ഞാൻ അതിനുശേഷം പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു എക്സ്റേ ഇനി എടുക്കണ്ട, CT എടുത്താൽ മതി, CTയിൽ കുഴപ്പമില്ലെങ്കിൽ ഫിറ്റ്നസ് തരാമെന്ന്. അത് കേട്ട് ഞാൻ CT എടുത്തു. CT കുഴപ്പമില്ലാതെ അവരെനിക്ക് ഫിറ്റ്നസ് തന്നു. ഫിറ്റ്നസിൻ്റെ എല്ലാം ഞാൻ ഏജൻറ്റിന് അയച്ചു കൊടുത്തു. ഞാനത് വീണ്ടും ഉടമ്പടിയിൽ ഞാൻ പോയി. അപ്പം ഈ ജൂലൈ 31 എനിക്ക് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നൊരു മെസ്സേജ് വന്നു. ഞാൻ എടുത്ത ഹോസ്പിറ്റലിൻ്റെ എന്തോ ലൈസൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കത് റിജക്ഷനാണ്, പാസ്പോർട്ട് തിരിച്ചയക്കുക, റിപ്പീറ്റ് മെഡിക്കൽ എടുക്കണമെന്ന്. അതെന്നെ ഭയങ്കരമായിട്ടും തളർത്തി. വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഏത് പരീക്ഷ ഉണ്ടെങ്കിലും അന്ന് ഓഗസ്റ്റ് 1 രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം കിട്ടുന്നില്ലെങ്കിൽ അത് പിതാവായ ദൈവം നിത്യതയിൽ വിരിയുന്ന പൂവായിട്ട് തരാനാണ്, ആ പൂവിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന്. ഞാൻ കാത്തിരുന്നു ആ പൂവ് വിരിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ റിപ്പീറ്റ് മെഡിക്കൽ എടുത്തോളാം, എനിക്ക് 1 മാസം കഴിഞ്ഞേ എടുക്കാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും വന്ന് വിസ വന്നു, എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വന്ന്. എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല, കാരണം എന്നെ മാതാവ് കൊണ്ടുപോകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കരഞ്ഞു ഞാൻ. അപ്പോൾ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ നീയുമായുള്ള റിലേഷനിലാണ്, ആ റിലേഷനിൽ സങ്കടങ്ങൾ വരും, ഞാൻ നിൻ്റെ അടുത്തേ ഞാൻ കരയുള്ളൂ, അങ്ങനെ കരുതിയാൽ മതി എന്ന് ഞാൻ ഈശോയുടെ അടുത്തിരുന്ന് കരയും. തിരിയിൽ ഞാൻ എന്നെല്ലാം കരയുന്നു അന്നെല്ലാം എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അങ്ങനെ ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു മാലാഖ വന്നൊരു പുറകിൽ നിൽക്കുന്നുണ്ട് 44 ദിവസത്തിനുള്ളിൽ, നിങ്ങളുടെ തടസ്സമായിരിക്കുന്ന ഫയലുകളെല്ലാം എടുക്കുമെന്ന്. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അതെൻ്റെ എടുക്കുമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്ന് നോമ്പെടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, നിൻ്റെ പിറന്നാളിന് എനിക്ക് ഗിഫ്റ്റായിട്ട് തരണം. അന്ന് ഞാൻ പോയി മെഡിക്കൽ എടുത്തു. അന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു CTയും വേണ്ട, എക്സ്റേ എടുത്ത് തന്നെ എനിക്കതിൽ ഫിറ്റ്നസ് വേണം. അതിന് മുമ്പ് എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു, ഒരു ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കണം, ആ പ്രശ്നം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആൻറ്റിബയോട്ടിക്കും എടുക്കില്ല, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കല്ലാതെ തന്നെ ഫിറ്റ്നസ് കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ മെഡിക്കൽ പോയി എടുത്തു. റിസൾട്ടിന് വേണ്ടി ഞാൻ നിന്നില്ല. വൈകുന്നേരം കുർബാനയ്ക്ക് പോകാൻ ഞാൻ ഓടിപ്പോന്നു. കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ സെൻറ്ററിൽ വിളിച്ചു വെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു കുഴപ്പവും എക്സ്റേയിലില്ല, നിനക്ക് ഫിറ്റ്നസ് ആണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി റിപ്പോർട്ട് മേടിച്ചു. റിപ്പോർട്ട് ഞാൻ ഏജൻറ്റിന് അയച്ചു കൊടുത്തു. പക്ഷേ വിസ എപ്പോൾ വരുമെന്നോ അങ്ങനത്തെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ എനിക്ക് സെപ്റ്റംബറിലെ കൃപാസന പത്രം കൊണ്ടുവന്ന് തന്നു. ഞാൻ ആ പത്രം പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഡെയിലി ബ്രെഡിന് ശേഷം വൈകുന്നേരം കുർബാനയായിട്ട് കുറച്ച് നേരം ഇരുന്ന് ആ പത്രം മുഴുവൻ ഞാനിരുന്ന് വായിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ തിങ്കളാഴ്ച എനിക്ക് എൻ്റെ വിസ കൊണ്ടുവന്ന് തരുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോകുന്ന നേരത്തെ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ വിസ എനിക്ക് ഏജൻറ്റ് അയച്ചു തന്നു. അത്ര സമയ ചുരുക്കത്തിൽ മാതാവ് എനിക്ക് ചെയ്തു തന്നു. ഞാൻ എല്ലാവരുടെയും പുറകിലായിരുന്നു, പക്ഷേ മാതാവ് എന്നെ അവരുടെ ഒപ്പം എത്തിച്ചു. ഇനി എൻ്റെ ടിക്കറ്റേ വരാനുള്ളൂ, വന്നാൽ ഞാൻ സൗദിയിലേക്ക് പോകും. അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാതെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അത് അവരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എപ്പോഴും മാതാവിൻ്റെ രൂപങ്ങൾ, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, ഒരുപാട് മാതാവിൻ്റെ സ്വപ്നത്തിൽ ഞാൻ എപ്പോഴും കാണുമായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ എപ്പോൾ കരഞ്ഞാലും എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ, ഈശോനെ എല്ലാം കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ രോഗികളെ നോക്കും. പക്ഷേ എനിക്കത് ഞാൻ ചെയ്യുന്ന ജോലിയാണ്, അതിനെനിക്ക് സാലറി കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമായിരുന്നു. അവിടെ പോയി ഞാൻ രോഗികളെ നോക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. പിന്നെ അമലാഭവൻ, പ്രത്യക്ഷഭവൻ എന്ന് പറഞ്ഞ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുണ്ട്, അവരെ ഞാൻ പോകും, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും. പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരിക്കലും എനിക്ക് മടി തോന്നിയിട്ടില്ല. എത്ര കെട്ട് കിട്ടിയാലും ഞാൻ പത്രം ഓട്ടോ സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ആശുപത്രികളിലെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആരും എന്നോട് ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ എനിക്കൊരു കാര്യം തോന്നിയത്, എനിക്കവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 26 വയസ്സുള്ള, അവൻ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവർ ഡിസ്ചാർജ് ആയപ്പം അന്ന് എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് കാശ് രൂപം ഉണ്ടായിരുന്നു. ആ കാശ് രൂപം ഞാൻ ഊരി, അവർ അക്രൈസ്തവരാണ്, അവർക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് അവരത് വലിയ സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് പോയി. കഴിഞ്ഞ ആഴ്ച അവരെ ഞാനിവിടെ കണ്ടു. അവർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര സൗഖ്യം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ആ കാശ് രൂപം കയ്യിൽ കെട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ ശരിക്കും റിലേഷനിലായിരുന്നു. അത്രയും ഞാൻ കംഫർട്ട്, എന്നെ ഈശോ അത്രയ്ക്കും പൊതിഞ്ഞു പിടിച്ചു, മാതാവ് പിടിച്ചു. മരണം വരെ ഉടമ്പടി ജീവിക്കണേന്നേ പറഞ്ഞുള്ളൂ. ഒരിക്കലും ഞാൻ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ഉടമ്പടിയിലെ നിയമങ്ങൾ പാലിച്ച് ഈശോയുടെ മുമ്പിൽ മരിച്ചു ചെല്ലുമ്പോൾ ഈശോയെ കണ്ണു തുറന്ന് നോക്കി ഒരു തെറ്റ് ചെയ്തെന്ന പേര് കുനിഞ്ഞു നിൽക്കേണ്ട വരരുതേന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോ. എൻ്റെ പേര് സ്നേഹ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജർമ്മൻ പഠിക്കുന്ന ഒരു B2 സ്റ്റുഡൻ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 17 ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം, എനിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൂഫായിട്ട് ആധാർ കാർഡോ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ പാസ്പോർട്ടിന് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തപ്പം അവർ പറഞ്ഞു എൻ്റെ ആധാർ കാർഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ആദ്യം ആധാർ തിരുത്താൻ വേണ്ടിയിട്ട് കൊടുത്തപ്പം അവർ കുറേ തടസ്സങ്ങൾ പറഞ്ഞു, ഇതിങ്ങനെ പറ്റില്ല, ഇങ്ങനെയാണ്, അങ്ങനെ കുറേ തടസ്സങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ നവംബറിലായിരുന്നു കൊടുത്തത്. ഫെബ്രുവരി ആയിട്ടും എൻ്റെ കയ്യിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമ്മ എന്നോട് പറയുന്നത്, നീ ഉടമ്പടി എടുക്കുക, എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 17 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പരിശുദ്ധ അമ്മേനെ വഹിക്കാനുള്ള ഭാഗ്യവും കിട്ടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനിവിടെ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പ്രദക്ഷിണം വന്ന ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം അമ്മ എന്നെ നോക്കി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഞാൻ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പുറത്തിറങ്ങി എൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയപ്പം എനിക്ക് ആദ്യം വന്ന മെസ്സേജ് എൻ്റെ ആധാർ കാർഡ് റിജക്റ്റഡ് ആയി എന്ന് വന്നതായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ വരണമായിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പം വീട്ടിൽ പോയി അത് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഒരു സ്വപ്നം കണ്ടായിരുന്നു, ഞാൻ ദിവ്യകാരുണ്യ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പരിശുദ്ധ അമ്മേനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് അമ്മ സ്വപ്നം കണ്ടു. അപ്പോൾ അതിൽ പ്രകാരമാണ് അമ്മ എന്നോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ആധാർ കാർഡിന് ഞാൻ അപ്ലൈ ചെയ്തു. പിന്നീട് എനിക്കൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മേനോട് ഞാൻ നിയോഗത്തിൽ വച്ചിരുന്നത് എനിക്കെൻ്റെ എക്സാമിന് മുന്നേ എൻ്റെ കയ്യിൽ പാസ്പോർട്ടും ആധാറും കിട്ടണം എന്നായിരുന്നു. എൻ്റെ എക്സാം മാർച്ച് 20 ബുധനാഴ്ച. ഞായറാഴ്ച ആയപ്പോഴത്തേക്കും എനിക്കെൻ്റെ കയ്യിൽ പാസ്പോർട്ടും ആധാർ കാർഡും കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സാമിന് പോയി. എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ 4 മൊഡ്യൂൾസും ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം റീഡിംഗ് ആയിരുന്നു. അപ്പോൾ റീഡിങ്ങിൽ ഞാൻ ഓരോ പേജും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ ആൻസേഴ്സൊക്കെ അറ്റംപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ 3 മൊഡ്യൂളും നല്ല ടഫായിരുന്നു. അപ്പം ലാസ്റ്റത്തെ മൊഡ്യൂൾ ആയപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 3ഉം നല്ല ടഫായിരുന്നു, ഇതിലെങ്കിലും എനിക്ക് അമ്മയുടെ പ്രസൻസ് ഒന്ന് എന്നെ അറിയിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സ്പീക്കിങ്ങിന് കയറുന്ന ടൈമിൽ ഞങ്ങളുടെ ടൈം അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ എൻ്റെ ടൈം ഉച്ചകഴിഞ്ഞ് 2:20 2:40 ഇടയിലാണ്. ഇത് ഞാൻ പരിശുദ്ധ അമ്മയോട് നേരത്തെ ചോദിച്ചു വെച്ച സമയമായിരുന്നു, എനിക്ക് എൻ്റെ സ്പീക്കിങ് തരുവാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയത്ത് തന്നെ തരണം എന്നുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ പാർട്ട്ണറുടെ പേരാണെങ്കിൽ മേരി എന്നുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാമിന് പോകുമ്പോൾ നമുക്ക് നോർമലി ഒരു ഡിസ്കഷൻ്റെ ടോപ്പിക്കും 2 പ്രസൻറ്റേഷൻ്റെ ടോപ്പിക്കുമാണ് കിട്ടാറുള്ളത്. പക്ഷേ എനിക്കിതിൻ്റെ ഡബിളായിരുന്നു, 2 ഡിസ്കഷനും 4 പ്രസൻറ്റേഷൻ്റെ ടോപ്പിക്കും കിട്ടി. അപ്പോൾ ഞാൻ നോക്കുമ്പം അതിൽ ഒരെണ്ണം മാത്രമേ എനിക്ക് നല്ല ഈസി ആയിട്ടുള്ളൂ, ബാക്കി 3ഉം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയും ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ തരാവുള്ളൂ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ടോപ്പിക്ക് തന്നെയായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും. എനിക്ക് റിസൾട്ട് വന്നു. 4 മൊഡ്യൂൾസിൽ എനിക്ക് റീഡിങ്ങും സ്പീക്കിങ്ങും ഞാൻ ജയിച്ചു. എനിക്ക് 2 മൊഡ്യൂൾ കിട്ടിയില്ല. പിന്നെ ഞാൻ ജൂണിലായിരുന്നു പിന്നെ ബാക്കി 2 മൊഡ്യൂളിനും കൂടെ ഡേറ്റ് എടുത്തത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പുതുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് പുതുക്കി. രണ്ടാമതും എനിക്ക് പരിശുദ്ധ അമ്മേനെ വഹിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ 4ാമത്തെ നിയോഗമായിട്ട് വച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ CV ഇതിനു മുന്നേ നേരത്തെ കുറേ സ്ഥലത്ത് കൊടുത്തായിരുന്നു, പക്ഷെ എവിടുന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കി 1 വീക്കിനുള്ളിൽ എന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിക്കുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പാസ്സായി. അങ്ങനെ ഞാനിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കി റൈറ്റിങ്ങും അതുപോലെ ഹിയറിങ്ങും എക്സാംസ് ഞാൻ അറ്റൻഡ് ചെയ്തു, കൊച്ചിയിലും പിന്നെ ബാംഗ്ലൂരുമായിട്ട്. പക്ഷെ അവിടെ 2 സ്ഥലത്തും ഞാൻ റൈറ്റിംഗ് ആയിരുന്നു ജയിച്ചത്, ഹിയറിങ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ പോകുന്ന സമയത്തൊക്കെ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞാൻ കന്നഡ പത്രം കൊടുത്തു. കൊച്ചിയിൽ പോയപ്പോൾ ഞാൻ അവിടെ മലയാള പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 3 സ്ഥലത്ത് പിന്നെയും ഡേറ്റ് എടുത്തു. അതും ബാംഗ്ലൂരും പിന്നെ ചെന്നൈയിലൊക്കെ ആയിട്ടായിരുന്നു ഡേറ്റ് എടുത്തത്. പക്ഷേ എനിക്ക് ഹിയറിങ് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി, ഇനിയിപ്പം എന്താ ഇതിന് മാത്രം എനിക്ക് കിട്ടാത്തതെന്നുള്ള ഒരു വിഷമമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോയില്ല, കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അപ്പോൾ ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 3 മൊഡ്യൂൾസ് വെച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അവിടെയും ഞാൻ ഇൻ്റർവ്യൂസ് ഫസ്റ്റും സെക്കൻഡൊക്കെ പാസ്സാകും. ഫൈനൽ ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്കും ഞാൻ ഫെയിലായി പോകും.
അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മുന്നോട്ടൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ബൈബിൾ എടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവി ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കിനി ഞാൻ എക്സാം എഴുതണോ, എന്താ മാതാവിൻ്റെ തീരുമാനം എന്താ എന്ന് എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 4-ാം വാക്യമാണ്. പോയി തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പം ഞാനിത് അമ്മേനോട് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഇതുവരെ കിട്ടിയിട്ടുള്ള നിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പോയി സാക്ഷിയാക്കി എഴുതി കൊടുക്കുക, എന്നിട്ട് പോയി ഉടമ്പടി പുതുക്കിയിട്ട് വാ, അതാ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഏപ്രിൽ മാസത്തിൽ പിന്നെയും വന്നു ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാനും പിന്നെ സാക്ഷി എഴുതി കൊടുക്കാനുമായിരുന്നു വന്നത്. പക്ഷേ അന്ന് ഞാൻ വളരെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് സാക്ഷ്യം എഴുതി കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ ഇവിടെ സാക്ഷ്യം എഴുതി കൊടുക്കുന്നതിന് അവിടെ നിൽക്കുക. അപ്പം എന്നെ വന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത് 8ാമത്തെ അറ്റംപ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഇതെൻ്റെ 7ാമത്തെ അറ്റംപ്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, ഇനി നീ പാസ്സായിക്കോളും പറഞ്ഞ് എന്നെ ബ്ലെസ് ചെയ്തു. അപ്പം ഞാൻ കാണുന്നത് ഒരു വലിയ കുരിശാണ്. അപ്പോൾ പിറ്റേ ദിവസം എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും അച്ഛൻ ബ്ലെസ് ചെയ്തതാണല്ലോ, അപ്പോൾ ഇനി ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും, ഒരു ഡേറ്റും കൂടി എടുത്തേക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ജൂൺ 9 പിന്നെയും ഞാൻ ബാംഗ്ലൂർ തന്നെ ഡേറ്റ് എടുത്തു. അപ്പോൾ അതിനിടയിലൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം കുമ്പസാരിച്ച് ഇറങ്ങിക്കഴിയുമ്പം കുന്തിരുകത്തിൻ്റെ മണവും പിന്നെ ഞാൻ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുമ്പം എനിക്കും മറ്റുള്ളവർക്കൊക്കെ സുഗന്ധാഭിഷേകമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും മാതാവ് ജയിപ്പിക്കും, കാരണം സ്വപ്നത്തിൽ അച്ഛൻ വന്ന് പറഞ്ഞതും കൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി തിരിച്ചു വന്നു. 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു. ഞാൻ അതിൽ ഫെയിലായി. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഇത്രയും അടയാളങ്ങളും പിന്നെ സ്വപ്നമൊക്കെ കാണിച്ചു തന്നിട്ടും ഞാൻ ഫെയിലായി പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലിവിങ് ഒറാക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ട്വിൻസിന് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരാൾക്ക് ഫുൾ A+ഉം ഒരാൾക്ക് 8 A+ഉം കിട്ടി. അപ്പോൾ അതിൽ ആ 8 A+ കിട്ടിയ കുട്ടിക്ക് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഒരു വലിയ കുരിശാണ് കണ്ടേ. അപ്പം അതിൽ പറയുന്നത് ആ കുരിശ് ആ കുട്ടിക്ക് നിത്യജീവനിലേക്കുള്ള ഒരു വലിയ സംഭാവനയായിട്ടാണ് ഈശോ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും വിചാരിച്ചു, എന്തായാലും ഇപ്രാവശ്യം അപ്പം ഞാനും കുരിശ് കണ്ടായിരുന്നല്ലോ, കുരിശ് സഹനത്തിൻ്റെ ആണല്ലോ അടയാളം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. അതിനുശേഷം എനിക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷനായിരുന്നു, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, ഡേറ്റ് എടുക്കണോ, 3 മൊഡ്യൂൾ വെച്ച് കൊടുത്തിട്ടും എനിക്കൊന്നും ആയില്ല, അങ്ങനെ കംപ്ലീറ്റ് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്തായാലും ഇനി അടുത്ത വർഷത്തെ മാർച്ച് ഇൻടേക്കിലേക്ക് ഒക്ടോബർ 30 വരെ സമയം സർട്ടിഫിക്കറ്റ് ഫുൾ മൊഡ്യൂൾസിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, എന്തായാലും ഇനി ഒരു 2-3 മാസം ബാക്കിയുണ്ടല്ലോ, ഒരു സ്ഥലത്തും കൂടെ നമുക്ക് ഡേറ്റ് എടുത്ത് നോക്കാം, ഇപ്രാവശ്യം ബാംഗ്ലൂർ മാറ്റി നമുക്ക് കൊൽക്കത്തയ്ക്ക് ഡേറ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 5-ാം തീയതി കൊൽക്കത്തയിൽ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 2-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് പുതുക്കാനുള്ള ടൈം ആയിരുന്നു. അപ്പം ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്ന ടൈമിൽ ഞാനിവിടുന്ന് അതുവരെ ഞാൻ പത്രം മേടിച്ചുകൊണ്ടിരുന്നത് 3 കെട്ട് മാത്രമായിരുന്നു. പക്ഷേ എപ്പോഴും ജോസഫ് അച്ഛൻ പറയും, അനുഗ്രഹങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണെന്ന് പറയും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇപ്രാവശ്യം പോകുമ്പോൾ 10 കെട്ട് പത്രം കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 10 കെട്ട് പത്രമായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ടെൻഷനും ഉണ്ട്. അപ്പം ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. ഞാനിവിടുന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും ആലപ്പുഴ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി കടകളിലൊക്കെ പോയി ഞാൻ പത്രം കൊടുത്തു. അന്ന് ഞാൻ 10 കെട്ട് പത്രം പറഞ്ഞെങ്കിലും ആക്സിഡൻ്റലി എനിക്ക് 13 കെട്ട് പത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പം 6 കെട്ട് പത്രം ഞാൻ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. എക്സാമിൻ്റെ അന്ന് എനിക്ക് പതിവില്ലാത്ത ടെൻഷനായിരുന്നു. ഇതുവരെ എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായില്ല, പതിവില്ലാത്ത ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിന് അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾക്ക് 1 മാസം എടുക്കും കൊൽക്കത്തയുടെ റിസൾട്ട് വരാൻ. ആ 1 മാസം ഞാൻ കരയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല.
എല്ലാ ദിവസവും രാത്രിയിലും പകലൊക്കെ ഞാൻ കരയുമായിരുന്നു. മാതാവ് ഇപ്രാവശ്യം എന്നെ ജയിപ്പിക്കണേ. ഇനി എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഒരു വഴി എൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്നെ ജയിപ്പിക്കാതെ വിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും സ്വപ്നം കാണുക പത്രം കൊടുക്കുന്നതായിട്ട്. അപ്പം ഞാൻ പിന്നെയും അമ്മ ഒരു 3 കെട്ട് പത്രവും ഞാനൊരു 4 കെട്ട് പത്രവും കൂടെ പിന്നെയും മേടിച്ചു. എന്നിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾ പത്രം കൊണ്ടുപോയി കൊടുത്തു. ടൗണിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാട് കൊണ്ടുപോയി കൊടുത്തു. ചെറുപുഴയിലൊക്കെ ഞങ്ങൾ പത്രം കൊണ്ടുപോയി വിതറി കൊടുത്തു. അതിനുശേഷം സെപ്റ്റംബർ 2-ാം തീയതി അതിൻ്റെ ഇടയിൽ ഞാൻ എക്സാം എഴുതി പിറ്റേ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മാതാവ് സാധിച്ചു തരും എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതിനുശേഷം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ മാതാവിൻ്റെ മുന്നിൽ 2 പേപ്പറിൽ ജയിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ ഇതിലൊന്നെടുക്കും, അതായിരിക്കണം എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അപ്പം അതിൽ ജയിക്കും തന്നെയായിരുന്നു. ഞാനത് മടക്കി മാതാവിൻ്റെ കയ്യിലേക്ക് തന്നെ ഞാൻ വച്ചു കൊടുത്തു. അങ്ങനെ സെപ്റ്റംബർ 2-ാം തീയതി ഒരു ഉച്ച സമയം 2:30 ആയപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിൽ ആരുമില്ല. അപ്പം ഞാൻ ഭയങ്കര കരച്ചില്ല. എനിക്ക് റിസൾട്ട് നോക്കാൻ ഭയങ്കര പേടിയാണ്. കഴിഞ്ഞ 7 തവണ ഞാൻ ഈ ഹിയറിങ്ങിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ ഫെയിൽഡ് എന്നാണ് കാണിച്ചത്. ഇപ്രാവശ്യം കൂടെ തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് എന്നെ ജയിപ്പിക്കല മാതാവ്. തോറ്റ റിസൾട്ടാണെങ്കിൽ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്നത്. എന്നിട്ട് ഞാൻ 2 മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, മാതാവ് എന്നെ ജയിപ്പിക്കണേന്ന് പറഞ്ഞ്. അന്നേരം മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി, നീ ഇങ്ങനെ കരയല്ലേ, നീ ആദ്യം റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കിക്കേ എന്ന് മാതാവ് എന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണെന്ന് പറയുന്ന വചനവും കൂടിയായിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ റിസൾട്ട് തുറന്നു നോക്കി. എനിക്ക് 100-ൽ 77 മാർക്ക് നൽകിയിട്ടാണ് മാതാവ് എന്നെ ജയിപ്പിച്ചത്. അതിന് മുന്നേ വരെ ഞാൻ എക്സാം എഴുതിയപ്പോഴൊക്കെ എനിക്ക് 100-ൽ 30, 100-ൽ 42 മാർക്ക് കിട്ടി. എനിക്ക് 77 മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ ജയിപ്പിച്ചു. ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മ തന്നെ നൽകിയ ഒരു മാർക്ക് തന്നെയാണ് ഇത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനി എനിക്ക് 4 വർഷമായിട്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു, ഫുഡ് അലർജി ഉണ്ടായിരുന്നു. എനിക്ക് ബീഫും പന്നിയൊക്കെ കഴിക്കുമ്പം നല്ല രീതിയിൽ ബ്രീത്തിങ് പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അമ്മയായിരുന്നു എനിക്ക് ആദ്യം ഉടമ്പടി വസ്തുക്കൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനും ഇത് കഴിക്കുന്നതിന് മുന്നേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റേത് മാറി കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ +2-ൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയാണ് ആദ്യമായിട്ട് വീട്ടിൽ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ +2-ൻ്റെ ടൈമിലൊക്കെ അമ്മയുടെ കാശ് രൂപ എനിക്ക് തന്നു വിടുമായിരുന്നു. അപ്പോൾ ഉടമ്പടി കെമിസ്ട്രി എക്സാമിൻ്റെ ടൈമിൽ, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഏത് ആൻസർ. കാരണം എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് തന്നെയാണോ ആൻസർ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നിട്ട് മാതാവിൻ്റെ കാശ് രൂപ മുറുകെ പിടിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതായിരിക്കണേ കറക്റ്റ്, എനിക്കൊരു ആൻസർ പറഞ്ഞു തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു ആൻസർ വന്നു. ഞാനത് എഴുതുകയും ചെയ്തു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് തന്നെ, എനിക്ക് 40-ൽ 38 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ബാക്കി അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. 7 തവണ മോള് തോറ്റപ്പോൾ 8ാമത്തെ തവണത്തെ പരീക്ഷയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് അവളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണേ മാതാവെന്ന് മാത്രമായിരുന്നു. മാതാവ് ഏതായാലും അത് സാധിച്ചു തന്നു. പിന്നെ വിശേഷവിധിയായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എപ്പോഴും അച്ഛനിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയോട് എപ്പോഴും ഞാൻ ചോദിക്കും, എന്താ മാതാവേ ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് മാതാവ് ഒരു ബോധ്യം തന്നു, ജപമാല കിട്ടി നീ എല്ലാവർക്കും കൊടുക്കുന്ന അങ്ങനെ ഒരു ഇതൊന്നും. എനിക്ക് പക്ഷേ ജപമാല കെട്ടാനോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച മറ്റേ ഓൺലൈൻ വഴി ഞാൻ ബീഡ്സും ത്രെഡൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് ജപമാല കെട്ടി എല്ലാവരോടും ജപമാല മാസം വരുന്ന ജപമാല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ അടുത്തുള്ള പിള്ളേർക്കും ബാക്കി എല്ലാവർക്കും ഞാൻ ജപമാല കെട്ടി എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ ചെയ്തു പോന്നു. ഇപ്പോൾ ഈ റിസൾട്ട് അറിയുന്ന ആ സമയത്ത് ഞാനും മോളും കൂടെ 20 കെട്ട് പത്രമാണ് എല്ലാവർക്കും കൊടുത്ത് അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുത്തത്. പിന്നെ എനിക്ക് ന്യൂറോപ്പതിക് പെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ഡിസ്ക് ബൾജ് ചെയ്തിട്ടുള്ള ന്യൂറോപ്പതിക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് എനിക്കിപ്പോൾ അത് പൂർണ്ണമായി മാറിയെന്ന് പറയുന്നില്ല, എന്നാലും
കുറേയൊക്കെ എനിക്ക് മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ ജപമാലയൊക്കെ മുട്ടുകുത്തിച്ചല്ല, അല്ലെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് പോലും എനിക്ക് മുട്ടുകുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുട്ടുകുത്തിയാലോ എനിക്കൊരു 1-2 ആഴ്ചത്തേക്ക് ആ വേദന നിലനിൽക്കുമായിരുന്നു. ഇപ്പം അതെനിക്ക് ഒരു 1/4 ഭാഗം എനിക്കത് മാറി തന്നിട്ടുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയിലൊക്കെ എന്നും സജീവമായിട്ട് പങ്കെടുക്കാനും നല്ല കുമ്പസാരം നടത്താനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവിടെ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഞായറാഴ്ചകളിൽ. അതുപോലെ തന്നെ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ വീടിനടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടെയുള്ള അമ്മച്ചിമാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുകയും അവരോട് കുറേ നേരം സംസാരിച്ചിരിക്കുകയും അവർക്ക് ബൈബിൾ വായിച്ചു കൊടുക്കുകയും സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും അമ്മയും കൂടെ ചെയ്യുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ഉണ്ടായ വളർച്ച, ഞാൻ ആദ്യമൊക്കെ ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോഴായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പോയി കുമ്പസാരിക്കും. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാനൊക്കെ നല്ല മടിയായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഞാനിപ്പോൾ ബൈബിളൊക്കെ വായിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ദേഷ്യം, എനിക്ക് അത്യാവശ്യം വീട്ടിലുള്ളവരോട് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതാവും. പക്ഷേ ഇപ്പം എനിക്ക് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പുറപ്പാട് 25-22 അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നിന്ന് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ, അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനീറ്റ എന്നാണ്. ഞാൻ വാഴക്കാല സെൻറ്റ് ജോസഫ് പള്ളി ഇടവകയാണ്. ഇതെൻ്റെ മകനാണ് റോമൽ. ഞാൻ 28/2 അതായത് ഫെബ്രുവരി മാസം 28, 2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിന് കാരണം എൻ്റെ മകൻ ഡിഗ്രി ലയോള കോളേജിലാണ് പഠിച്ചത്, ചെന്നൈയിൽ. BA എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ തന്നെ മികച്ച ഒരു കൺസൾട്ടിങ് കമ്പനിയിൽ ജോലി ലഭിച്ചു. 2 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് അവന് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആ ജോലി റിസൈൻ ചെയ്തു. ഹയർ സ്റ്റഡീസിന് പോകാനുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ എൻട്രൻസിന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവന് അത് വേണ്ട എന്നുള്ള ചിന്തയായി. എക്കണോമിക്സിൻ്റെ ഹയർ സ്റ്റഡീസ് വേണ്ട എന്നുള്ള ചിന്തയായി. പിന്നെ വിദേശത്തേക്ക് പഠിക്കാൻ പോകണം എന്നുള്ള വേറൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് UK ആകെ 3 മികച്ച യൂണിവേഴ്സിറ്റികൾ മാത്രമേ അപ്ലൈ ചെയ്തുള്ളായിരുന്നു. ഒത്തിരി യൂണിവേഴ്സിറ്റി ഒന്നും അപ്ലൈ ചെയ്തില്ല. ഇതിൽ കിട്ടുവാണെങ്കിൽ മാത്രം പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ 2 എണ്ണത്തിൽ നിന്ന് റിജക്ഷൻ വന്നു. ഇനി ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കോവിഡിൻ്റെ എൻഡ് ടൈമായിരുന്നു. അപ്പോൾ ഭയങ്കര ആകുലത ഉത്കണ്ഠയും ഇവൻ്റെ ഭാവിയെ ചൊല്ലി നല്ലൊരു ജോലിയാണല്ലോ റിസൈൻ ചെയ്ത് കളഞ്ഞത് എന്നുള്ള ഭയങ്കര വിഷമം എനിക്ക് വന്നു, മകനും വന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലൊരു പ്രചോദനം ഉണ്ടായത്. അതിനു മുൻപ് കൃപാസനത്തിനെ കുറിച്ച് പലരും പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അതിനു വേണ്ടി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എന്തിനു പോകണം, അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല നേടാനായിട്ട് ദൈവകൃപയാൽ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഒരു സൺഡേ ആയിരുന്നു. ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു, എന്ത് ചെയ്യും ദൈവമേ, ഇനി ഇതിൽ നിന്നും അവന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ പിന്നെ അവനിനി എങ്ങനെ ഏത് ഭാഗത്തേക്ക് പോകും, എന്ത് ഫ്യൂച്ചറാണ്, പിന്നെ എന്ത് കോഴ്സ് ചെയ്യും ഒക്കെ അങ്ങനെ ഭയങ്കര ആകുലതയായിരുന്നു. മോനാണെങ്കിൽ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. രാജിവെച്ച ജോലി അതിനേക്കാട്ടിലും മികച്ച ഒരു ജോലിയായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് വളരെ ഉത്കണ്ഠപ്പെട്ടപ്പോഴാണ് ഒരു സൺഡേ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ദൈവസ്വരം അതുപോലെ ഒരു പ്രചോദനം എനിക്ക് വരുവാണ്. ആരും ആ ഇടയ്ക്കൊന്നും എന്നോട് പറഞ്ഞതല്ല, നീ കൃപാസനത്തിൽ പോന്ന് ഒന്നും ആലോചിക്കാതെ ഞാൻ തിങ്കളാഴ്ച രാവിലെ ആരോടും പറയാതെ ഞാൻ തനിയാണ് കൃപാസനത്തിൽ വന്നത് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 1 മാസം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും മകന് മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ വന്നു. അവനവിടെ പഠിക്കാൻ പോയി. മികച്ച രീതിയിൽ പഠനം കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം ഇപ്പോൾ UK സ്പോൺസേഡ് വിസ കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ, ഞാൻ എപ്പോഴും ഉടമ്പടിയിലാണ്, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി തൈലം ഞാനും ഭർത്താവ് ഉപയോഗിക്കും. നെറ്റിയിൽ കുരിശ് വരച്ചാണ് ഉപയോഗിക്കുന്നത്. മകന് വേണ്ടി ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. എന്നിരുന്നാലും മകന് ഞാനിങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു, ഇത് കഴിയുമ്പോഴേക്കും അവന് നല്ലൊരു ജോലി ലഭിക്കണം പരിശുദ്ധ അമ്മയെന്ന്. അത്ഭുതകരമായിട്ട്
മോൻ്റെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറഞ്ഞാൽ IIT-യിൽ പഠിച്ച കുട്ടികൾ, ഇങ്ങനെയൊക്കെയാണ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കുട്ടികളാണ് ആ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അവരിൽ എല്ലാവർക്കും അത്ഭുതകരമായ രീതിയിൽ അവനെ വേൾഡിൽ തന്നെ ടോപ്പ് 4 കൺസൾട്ടിംഗ് അല്ല ഓഡിറ്റിംഗ് കമ്പനീസിലൊന്നിന് ലണ്ടനിലാണ് ആസ്ഥാനമായ ഇവന് ഓഫർ കൊടുത്തു വിത്ത് Tier 2 സ്കിൽഡ് വർക്കർ വിസ, സ്പോൺസേഡ് വിസയോടുകൂടി. അപ്പോൾ അത് എനിക്ക് ഞാൻ എപ്പോഴും പറയും, ജോസഫ് അച്ഛൻ പറയും, നിങ്ങളുടെ മെറിറ്റ് കുറയുന്നിടത്താണ്, മെറിറ്റ് ഇല്ലാത്തടത്താണ് കൃപ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ച കുട്ടികളാണ്. അപ്പം ഞാൻ എപ്പോഴും മകനോട് പറയും, മകനെ ഒരു പ്രാവശ്യം പോലും നീ ചിന്തിക്കരുത് നമ്മുടെ കഴിവുകൊണ്ടാണ്, നിൻ്റെ കഴിവുകൊണ്ടാണ് ഈ ജോലി ലഭിച്ചതെന്ന്. ഒരിക്കലും ഞാൻ എല്ലാ ആൾക്കാരോടും പറയും, കൃപാസന അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മകൻ ആ ജോലി ലഭിച്ചതെന്ന്. അത് ലോകം മുഴുവനും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാര്യം പരിശുദ്ധ അമ്മ തന്ന വലിയൊരു ഗിഫ്റ്റാണത്. അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ അതുകൂടാതെ ഞാനെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് അവൻ്റെ ജോലിക്ക് മാത്രമൊന്നുമല്ല, അവനൊരു നല്ലൊരു മകനാണ്, എൻ്റെ വിശ്വാസത്തിലുള്ള ഒരു മകനാണ്. പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് അവൻ എന്നും ജപമാല മാതാവിനെ നോക്കി സ്നേഹിച്ച് ചെല്ലുന്ന ഒരു മകനാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മോട് പറയും, അവനെ ഒരു ദിവസം ഒരു 4 ജപമാല അമ്മയെ നോക്കി സ്നേഹത്തോടെ ചെല്ലുന്നത് കണ്ടിട്ട് ഞാൻ മരിക്കാൻ റെഡിയാണ്. കാര്യം പിന്നെ എനിക്ക് ഒരു ടെൻഷനും എൻ്റെ മകനെക്കുറിച്ചില്ല. അവൻ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ സേഫാണ്, അവൻ്റെ ഫ്യൂച്ചർ. അപ്പം ഞാൻ അതിനു വേണ്ടി എപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഇവിടെ വന്ന ഉടമ്പടിയിലായിരിക്കുമ്പോൾ 3-4 ജപമാലകളൊക്കെ ഒറ്റ ഇരിപ്പിൽ നല്ല കോൺസെൻട്രേഷനോടുകൂടി മാതാവിനെ നോക്കി സ്നേഹത്തോടെ ചെല്ലാനുള്ള കൃപ എനിക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര അതുപോലെ എഡറേഷന് പോയിരിക്കാനും ഒത്തിരി ഈശോയുടെ സ്നേഹത്തിലിരിക്കാനും എഡറേഷന് കുറേ നേരം പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള കൃപ എനിക്കിവിടെ വന്നതിന് ശേഷമാണ് പരിശുദ്ധ അമ്മയാണ് എനിക്കതെല്ലാം തന്നത്. എൻ്റെ വിശ്വാസം വളരെ ആഴപ്പെട്ടു. കൗദാശിക ജീവിതം വളരെ ഫ്രൂട്ട്ഫുള്ളായി. അതെല്ലാം ഇവിടെ വന്ന് എൻ്റെ അമ്മ എനിക്ക് നേടിത്തന്ന കൃപകളാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ച പ്രകാരം എൻ്റെ മകനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഒരു ജപമാല മുഴുവനായി ചെല്ലുന്നുണ്ട്. അതിലെനിക്ക് ഒത്തിരി നന്ദി ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ അതുപോലെ നമ്മൾ വിൽക്കാനായിട്ടൊരു സ്ഥലം ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മ എനിക്ക് അതിനേക്കാട്ടിലും ഒരു ബെറ്റർ ഡേറ്റിൽ എൻ്റെ ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തന്നു. സെപ്റ്റംബർ 8-ാം തീയതി ആയിരുന്നു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ. ഈ സ്ഥലം വിൽപ്പനയായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച കാശുരൂപം തന്നു. ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് എല്ലാ അതിരുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വെതറിയിരുന്നു. അതുപോലെ അച്ഛൻ തന്ന ആ ബ്ലെസ്ഡായിട്ടുള്ള ആ കാശുരൂപം സ്ഥലത്തിൽ ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, കൃപാസന അമ്മയോട്. അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8-ാം തീയതി തന്നെ പരിശുദ്ധ അമ്മ ഒരു ഗിഫ്റ്റായിട്ട് ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തന്നു. അങ്ങനെ ആത്മീയവും ഭൗതികവുമായ അനവധി അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു. ഞാൻ ഈ കൃപാസന ജോസഫ് അച്ഛന് വേണ്ടിയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇവിടെ അനുഗ്രഹം തേടി വരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകം താഴ്മയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തി സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ ഞാൻ ഒരു വൃദ്ധജനങ്ങളുടെ സ്ഥലങ്ങൾ അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. അവരെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കൂടുതൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ഞാൻ റോഡുകളിൽ നടന്നാണ്